സഭയ്ക്ക് വന്ദനം. ഞാൻ ധനഞ്ജയ്. ഞാൻ 8ൽ പഠിക്കുന്നു. വീണ്ടും ഒരു വായന ദിനം കൂടി. വായന എന്നത് നമ്മുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായിരിക്കും, അല്ലേ? മാതാപിതാക്കൾ പറയുന്നു, ബോറടിക്കുന്നോ എങ്കിൽ പോയി ഒരു പുസ്തകം എടുത്ത് വായിക്കുക. അധ്യാപകർ പറയുന്നു, പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അറിവ് വർദ്ധിക്കാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. മുതിർന്നവർ എല്ലായ്പ്പോഴും പറയുന്നു, നന്നായി വായിക്കണം, വലിയ ആളാവണം. ചിലപ്പോഴൊക്കെ ഈ പുസ്തകങ്ങൾ നമുക്ക് സമ്മാനമായും കിട്ടാറുണ്ട്, അല്ലേ? ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പുസ്തകങ്ങൾ അത്ര ചില്ലറക്കാരന്മാരൊന്നും അല്ല. അവൻ വേറെ ലെവലാണ്. ഈ പുസ്തകങ്ങളെ, അതിലൂടെ വായനയെ തൻ്റെ പ്രാണവായു പോലെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു പുണ്യാത്മാവുണ്ടായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. തൻ്റെ സൈക്കിളിൽ ഈ കേരളക്കരെ ആകെ ചുറ്റി സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാഹ്വാനം ചെയ്ത് മലയാളികളെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു പുണ്യാത്മാവ്. മലയാളി മനസ്സുകളിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ വാതായനങ്ങൾ മലർക്കെ തുറന്നിട്ട ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും വായനയുടെ പുണ്യാളനുമായ ശ്രീ P.N. പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 നാം ദേശീയ വായന ദിനമായി ആചരിക്കുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ വായനയുടെ പങ്ക് വളരെ വലുതാണ്. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവേണം നാം വളരാൻ. എന്നാൽ ഇന്നത്തെ തലമുറയുടെ കണ്ണുകൾ സ്ക്രീനിലേക്കും വിരലുകൾ കീബോർഡുകളിലേക്കും ചുരുങ്ങുന്നു. ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ദിനാചരണങ്ങളുടെ ആവശ്യകത വളരെ വലുതാണ്. ശുദ്ധ സാഹിത്യം കൊണ്ടും അനർഗളനർഗളമായ വാക്ചാതുരി കൊണ്ടും അക്ഷരസ്ഫുടത കൊണ്ടുമൊക്കെ കേരളത്തെ അടക്കി വാണിരുന്ന എണ്ണമറ്റ സാഹിത്യകാരന്മാരും ഗാനരചയിതാക്കളും ഗായകരും പ്രാസംഗികരുമൊക്കെ നമുക്ക് സ്വന്തമായിരുന്നു. എന്നാൽ ഇന്നതിൻ്റെ എണ്ണം കുറയണമെങ്കിൽ അതിന് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇങ്ങനെയല്ലേ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്? നമുക്ക് ഓരോരുത്തർക്കും വായിച്ച് തന്നെ വളരാം. അക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ശ്രീ P.N. പണിക്കരെയും മറ്റനേകം സാഹിത്യകാരന്മാരെയും ഓർത്തുകൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ 1000 വായനദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.